എന്താണ് നിലമ്പൂരിലെ പ്രതീക്ഷ? നിലമ്പൂരിന്റെ ജനമനസ്സ് ആര്യാടൻ ഷൗക്കത്തിനൊപ്പമാണ്, UDF-നൊപ്പമാണ്. നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടല്ലോ, ഇത്രയധികം ആവേശത്തോടുകൂടി, അണപൊട്ടി ഒഴുകുന്ന ആവേശത്തോടുകൂടി ഈ നാട്ടിലെ മുഴുവൻ ആളുകളും ആര്യാടൻ ഷൗക്കത്ത് എന്ന് പറയുന്ന സ്ഥാനാർത്ഥിയെ ഹൃദയം കൊണ്ട് സ്വീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു. കഴിഞ്ഞ 9 വർഷത്തെ പിണറായി വിജയൻ ഭരണത്തിന്റെ ജനദ്രോഹത്തിന്റെ, ജനങ്ങൾക്കിടയിൽ അതിനുണ്ടാക്കിയ വെറുപ്പിന്റെ, പ്രതിഷേധത്തിന്റെ മാറ്റുരയ്ക്കുന്ന ഒരു തെരഞ്ഞെടുപ്പായി ഇത് മാറുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ചരിത്ര ഭൂരിപക്ഷത്തിൽ ആര്യാടൻ ഷൗക്കത്തിലൂടെ നിലമ്പൂർ സീറ്റ് ഞങ്ങൾ തിരിച്ചെടുക്കും. മറുവശത്തുള്ളത് എം സ്വരാജാണ്. പാർട്ടി ചിഹ്നത്തിൽ 2021 ശേഷം ഒരു ഉപതെരഞ്ഞെടുപ്പിനെ CPM നേരിടുമ്പോൾ രാഷ്ട്രീയമായ പോരായി നിലമ്പൂരിലേത് മാറുകയല്ലേ? ഇത് തീർച്ചയായിട്ടും രാഷ്ട്രീയമായ പോരാട്ടമായി മാറണമെന്ന് തന്നെയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ആ നിലയിൽ LDF-ന്റെ സ്ഥാനാർത്ഥിത്വം ഞങ്ങളെ സംബന്ധിച്ച് ഒരു അനുകൂല ഘടകമാണ്. കാരണം ഈ ഗവൺമെന്റിനെതിരായിട്ടുള്ള പ്രതിഷേധം ജനങ്ങൾക്കിടയിൽ അലയടിക്കുമ്പോൾ ആ പ്രതിഷേധത്തെ ഏറ്റവും കൂടുതൽ പ്രതിഫലിപ്പിക്കാൻ കഴിയുന്ന ഒരു സ്ഥാനാർത്ഥിത്വമായിട്ടാണ് ഞങ്ങൾ ആ സ്ഥാനാർത്ഥിത്വത്തെ നോക്കിക്കാണുന്നത്. PV അൻവർ UDF-ന് ഒരു പ്രതിസന്ധിയായി മാറിയിരിക്കുകയാണോ? UDF-നൊപ്പം നിൽക്കണം എല്ലാവരും എന്നുള്ളതാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ശ്രീ അൻവർ അടക്കം ഇന്നലകളിൽ ഉന്നയിച്ച വിഷയങ്ങൾ അത് ജനങ്ങൾക്കിടയിൽ ചർച്ചയാവുന്ന ഒരു തെരഞ്ഞെടുപ്പിൽ അൻവർ അടക്കം സ്വീകരിക്കേണ്ട നിലപാടായിട്ട് ഞങ്ങൾ കരുതുന്നത് UDF-ന്റെ സ്ഥാനാർത്ഥിയുടെ ഒരു വൻ വിജയത്തിന് വേണ്ടി ഞങ്ങളോടൊപ്പം ഒരുമിച്ച് പ്രവർത്തിക്കുക എന്നുള്ളതാണ്. അൻവറും UDF മുന്നണിയുമായി ചർച്ച നടക്കുന്ന സമയത്ത് താങ്കളുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു. ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ അൻവറിനെ ഉൾക്കൊള്ളിച്ചോ അല്ലാതെയോ മുന്നോട്ട് പോകുമെന്നായിരുന്നു പറഞ്ഞത്. തീർച്ചയായിട്ടും അത് തന്നെയാണ് UDF-ന്റെയും പാർട്ടിയുടെയും നിലപാട് അന്നും ഇന്നും. കാരണം അൻവർ ഞങ്ങളോടൊപ്പം നിൽക്കണം എന്നുള്ളതാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ആ നിലയിലുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യമാണ് ഇവിടെ ഉണ്ടാകണമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ആ വിവേകം പക്ഷേ അൻവറാണ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. UDF-ന്റെ സ്ഥാനാർത്ഥിയെ അംഗീകരിച്ചുകൊണ്ട് ആ സ്ഥാനാർത്ഥിയുടെ വിജയത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ അൻവർ ഇനിയും കടന്നു വരണം എന്നുള്ളതാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്.